ബീഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ നിതീഷ് കുമാർ രാജ്യസഭയിലേക്ക്. മുഖ്യമന്ത്രി സ്ഥാനം ബിജെപി ഏറ്റെടുക്കും. അല്പസമയത്തിനകം നിതീഷ് കുമാർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുക്കും. രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും താൻ ഒഴിയുന്ന കാര്യം നിതീഷ് കുമാർ തന്നെ സ്ഥിരീകരിച്ചു. രാജ്യസഭാംഗമാകാൻ താൻ ആഗ്രഹിക്കുന്നു. പുതിയ സർക്കാരിന് തന്റെ പൂർണ്ണ പിന്തുണയും മാർഗനിർദ്ദേശവും ഉണ്ടായിരിക്കുമെന്നും നിതീഷ് എക്സിൽ കുറിച്ചു. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതിനെതിരെ ഒരു വിഭാഗം JDU പ്രവർത്തകർ നിതീഷ് കുമാറിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ അടക്കം NDAയുടെ 5 സ്ഥാനാർത്ഥികളും നിയമസഭയിലെത്തി പത്രിക സമർപ്പിക്കും. നിതീഷ് കുമാർ രാജിവെക്കുന്നതോടെ മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കും. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പട്നയിൽ ചർച്ചകൾ ആരംഭിച്ചു. ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും സാധ്യത. കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ്, മുൻ സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. പുതിയ സർക്കാരിൽ നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ അടക്കം JDUവിന് 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന നിതീഷ് കുമാറിന് സുഖകരമായ പദവിയൊഴിയലിന് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് അവസരമാക്കുമ്പോൾ അടുത്ത വർഷം ജൂലൈയിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നിതീഷ് കുമാർ ലക്ഷ്യം വെക്കുന്നതായും അഭ്യൂഹങ്ങളുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.